ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലേണിഫൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് 8-ലെ 8ാം ക്ലാസ്സിന്റെ ഞാനൊരു പോൾ ഇട്ട് നോക്കി. എല്ലാവരും പറഞ്ഞ ഫിസിക്സ് ആണ്. അതുകൊണ്ട് ഞാൻ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എങ്കിൽ എന്തോ ആയിട്ട് ഞാൻ ഇവിടെ സ്ലൈഡ്സിന് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് ഞാൻ വിചാരിച്ചത് ഞാനൊരു കോർണറിൽ നിന്നിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്ന പോലെ വിചാരിച്ചു. ഞാൻ ഇതാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. സോ എനിവേ എന്തോ ആട്ടെ, നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് ഓരോ ദിവസം ഓരോരോ ചാപ്റ്ററിന്റെ ചെറിയ ചെറിയ പാട്ടുകൾ നമ്മൾ ഇങ്ങനെ വിടും. അപ്പൊ നിങ്ങൾക്ക് പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ഉണ്ടാവില്ല, സ്കൂളിൽ ഈ ചാപ്റ്റർ ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടോ, ഒരു പക്ഷേ പകുതി മുക്കാൽ എന്തും ആട്ടെ, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് സ്കൂളിൽ 100-ൽ എത്ര പെർസെൻറ്റേജോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്? അതാദ്യം നിങ്ങൾ ഇപ്പൊ തന്നെ ഈ ഒപ്പം ഇതൊരു പ്രീമിയർ ലൈവ് ആണല്ലോ, ആ ഒരു പ്രീമിയർ ലൈവാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലൈവ്, ഈ ഒരു ഭാഗം, അതായത് ഈ നിങ്ങൾക്ക് സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങളെ, അതിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം, ഈ ഒരു മെഷർമെന്റ് ആൻഡ് യൂണിറ്റ്, ഇത് നിങ്ങൾക്ക് +1 ആണ്. ഇത് +1 നിങ്ങൾക്ക് എഴുതുന്നത് എങ്ങനെയാണെന്ന് വരിക, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ്. അവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ പഠിക്കുന്ന ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ഉണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റ് ഉണ്ട്, അതേപോലെ ഡയമെൻഷൻസ് ഉണ്ട്, ഒരുപാട് ഭൗതികത്തിലോ ഡയമെൻഷൻസ് ഉണ്ട്, അതേപോലെ ഡെറിവേഷൻ, അതൊക്കെ കുറച്ച് അങ്ങോട്ട് പോകും. എന്നിവ എന്തോ ആട്ടെ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം നിങ്ങൾ ഇപ്പോൾ തന്നെ കമന്റ് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ കമന്റ് വീഡിയോ എൻഡ് ചെയ്യുന്നത് ചെയ്യാം. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതാണ് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ നൽകേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ മെഷർമെന്റ് ആൻഡ് യൂണിറ്റ് എന്നാണ്. അതായത് അളവുകളും യൂണിറ്റുകളും. ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, ഒരു ഷോപ്പ്, നിങ്ങളിപ്പോ നിങ്ങളിപ്പോ ഈ ഒരു സ്കൂൾ ടൈം ആണല്ലോ, അപ്പൊ നിങ്ങൾ സ്കൂളിൽ പോയി യൂണിഫോമിന്റെ തുണിയൊക്കെ വാങ്ങി നിങ്ങൾ നേരെ തയ്യൽ ഷോപ്പ് പോയിട്ട് പറഞ്ഞു നിങ്ങളുടെ അളവിന്. അപ്പൊ ചോദിക്കട്ടെ, ആ ഒരു ടൈലർ നിങ്ങളുടെ ഒരു പക്ഷേ സെന്റിമീറ്റർ ആയിരിക്കാം, ഒരു പക്ഷേ ഇഞ്ച് ആയിരിക്കാം, പക്ഷെ കിലോമീറ്ററിലാരോ നിങ്ങളുടെ വസ്ത്രം തയ്ക്കോ? കിലോമീറ്റർ ഇല്ല, സാധ്യത കുറവാണ്. ഏറിപ്പോയാൽ സെന്റിമീറ്റർ, ഇഞ്ചുകൾ, ആ ഒരു കാര്യത്തിലായിരിക്കാം ഒരു പക്ഷേ എന്റെ തോന്നൽ തയ്ക്കും. എനിവേ എന്തോ ആവട്ടെ, ആ ഒരു അതിനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്നത്, നമുക്ക് അളക്കാൻ പറ്റാത്തത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫണ്ടമെന്റലും ഡെറിവേറ്റീവും ഒക്കെ നമ്മൾ പഠിക്കാം. നമ്മൾ ഓരോ ദിവസവും ഓരോ പാർട്ട്, നമ്മൾ ഈ ഒരു ചാപ്റ്റർ എനിക്ക് തോന്നുന്നു 2, 4, 6 6 പാർട്ടോളമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇതേപോലെ നമ്മൾ റെക്കോർഡ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി എന്തോ ആവട്ടെ, ഞാൻ ബാക്കി പറയാം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് ഓൾറെഡി മെഷർമെന്റ് ആൻഡ് യൂണിറ്റ് എന്നാണ്, അതായത് അളവുകളും യൂണിറ്റുകളും എന്നാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ള ഓരോരോ എഴുതി നോക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു 6 പാർട്ടുകളോളമാണ്. അതിൽ ഒന്നാമത്തെ പാർട്ട് ഇല്ലേ, രണ്ടാമത്തെ പാർട്ട് നാളെ, മൂന്നാമത്തെ പാർട്ട് മറ്റന്നാൾ, അങ്ങനെയായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ അപ്പൊ നമുക്ക് മെല്ലെ ചാപ്റ്ററിൽ കിടക്കാം. സോ പാർട്ട് 1 ആണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കമന്റ് ചെയ്യാം, ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയിക്കാം. ഫ്രീ ക്ലാസ് ആണ് നമുക്ക് തരിക. മറ്റൊരു പക്ഷേ ഫ്രീ ഉണ്ട്, എന്നാലും ഡീപ്പായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ഭാഗത്തെ ഫിസിക്കൽ എടാ സിമ്പിൾ ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടാർഗറ്റ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ മലയാളം വേണ്ടി ചെയ്യും. അതിന്റെ ഭൗതിക അളവുകൾ എന്നറിയും. യെസ്, ഭൗതിക അളവുകൾ എന്നറിയും. റൈറ്റ്, എന്താണ് ഭൗതിക അളവുകൾ എന്നാണ് ഇതിനെ അറിയപ്പെടുക. അത് ഓക്കെ ആണല്ലോ. അതായത് ഫസ്റ്റ് പഠിക്കാൻ പറഞ്ഞാൽ ഈ ലൈറ്റിംഗ് ഇഷ്യൂ കൊണ്ട് കാണാൻ ഇഷ്യൂ ഉണ്ടാകുന്നത് ശ്രമിക്കുക. ഇനി എന്തുകൊണ്ട് നോട്ട് നോക്കാൻ സെൻഡ് ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മറന്നുപോയി, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടോ. അതിൽ എന്തുണ്ട്, നമുക്കൊരു ജോയിൻ ഷെയർ വിത്ത് യുവർ നോട്ട്സ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അത് നിങ്ങൾക്ക് നോട്ട്സ് ഇങ്ങനെ പങ്കുവെക്കാം. അതേപോലെ അതിന്റെ ഇടയിൽ ഒരു SSLC 2021 എന്ന് പറഞ്ഞ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം, മറക്കണ്ട. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അഥവാ ഭൗതിക അളവുകൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അവിടെ നമുക്ക് പ്രധാനമായിട്ട് അവിടെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, റെഡി അല്ലേ? അതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ കരുതുക. ഇതൊരു വ്യക്തിയാണ്. ചാപ്റ്ററിൽ നിങ്ങൾക്ക് എടുക്കുകയാണ്, പലർക്കും ടഫുള്ള ചാപ്റ്ററാണ്, എല്ലാവരും പറഞ്ഞത് ടഫുള്ള ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്റർ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മാക്സിമം അതിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല നോക്കാം. ഇതൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു കുട്ടു എന്ന് പറഞ്ഞ ഒരാളാണ്. കുട്ടു എന്ന് പറഞ്ഞ ഒരാളാണ് കരുതാം. കുട്ടു എന്ന് പറഞ്ഞ ഒരാളാണിത്. ഈ ഒരു കുട്ടു എന്ന് പറഞ്ഞ ഒരാൾക്ക് നേരെ ഹോസ്പിറ്റൽ കേസിന് ഒരു മത്സരത്തിന് അല്ലെങ്കിൽ ഒരു റേസിന് പങ്കെടുക്കാനുണ്ട്. അവിടെ ഹൈറ്റ് സബ്മിറ്റ് ചെയ്യണം. ഹൈറ്റ് HIGHT
ഹൈറ്റ് 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 സബ്മിറ്റ് ചെയ്യണം. അതേപോലെ വെയിറ്റ് വെയിറ്റ് സബ്മിറ്റ് ചെയ്യണം. പിന്നെ പ്രധാനമായിട്ട് എന്താ ഹൈറ്റും വെയിറ്റും, അതേപോലെ ഏറ്റവും മാക്സിമം പ്രധാനമായിട്ട് ഈ ഒരു കാര്യം സബ്മിറ്റ് ചെയ്യണം, എന്നാലേ ആ ഒരു റേസിൽ പങ്കെടുക്കാൻ പറ്റൂ. അപ്പൊ ഇനി നിങ്ങളാണ് ഈ കുട്ടൂന്നിലെത്തുക, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്റെ ഹൈറ്റ് എത്ര ഉണ്ട്. ഞാൻ പറയാം, നിങ്ങളിപ്പോ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 150 to 160 അതിന്റെ ഇടയിലായിരിക്കും ഒരു പക്ഷെ അതിലധികം ഉള്ളവരൊക്കെ ഒരു ആവറേജ് ഒരു 155 കിലോമീറ്റർ എന്നാണോ പറയാം. നിങ്ങളുടെ ഹൈറ്റിന് കിലോമീറ്റർ എന്നാണോ പറയാം? ഇല്ല, സെന്റിമീറ്റർ. മില്ലിമീറ്റർ ഒക്കെ സാധിക്കും കുറവ്, സെന്റിമീറ്റർ. ഓക്കെ, ചിലവർ ഞാൻ പറയും അടിക്കണക്ക് പറയും, ഫീറ്റ് കണക്ക് പറയും. എന്നാലും ബേസിക് ആയിട്ട് സെന്റിമീറ്റർ കണക്കാണ് പറയാം. 155 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഹൈറ്റ് 150 സെന്റിമീറ്റർ. നമ്മൾ ടഫായിട്ടൊന്നും വരുന്നില്ല, സിമ്പിൾ ആയിട്ട്. അതായത് കുട്ടു എന്ന് പറയുന്ന ഒരാള് ഒരു മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ ആ ഒരു മത്സരത്തിൽ ഇൻപുട്ട് ആയിട്ടില്ല, മത്സരത്തിൽ കൊടുക്കേണ്ട രേഖ ഒന്നാമത് ഹൈറ്റ് എത്ര ഉണ്ട്, വെയിറ്റ് എത്ര ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 55 അവിടെ കൊടുക്കുന്നത് ആവറേജ് ആണ്. 55 കിലോ എന്നാണ് പറയാ. യെസ്, കിലോ എന്നല്ല, 55 ഗ്രാം എന്നാണ് പറയൂ. ഈ ഒരു വെയിറ്റിന് കേസ് ഇല്ല, 55 കിലോ. ഓക്കെ, ഇതാണ് ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. കിട്ടി. അതേപോലെ മറ്റൊരു കാര്യം, നമ്മൾ വേറൊരു കാര്യം പറയും. ഇത് ഇവിടെ കേട്ടോ, ഈ ഒരു കാര്യം കഴിഞ്ഞേ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഞാനിപ്പോ റെക്കോർഡ് ചെയ്യുന്ന സമയം 8:33 PM, 8:35 കൂട്ടുക. എനിക്ക് 8:40 ആവാൻ എത്ര സമയം കൂടി കഴിഞ്ഞാലാണ് 8:40 ആവുക? നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പറയും 5 മിനിറ്റ്. അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. 5 മിനിറ്റ് അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി സ്വർണ്ണാഭരണങ്ങള് അല്ലെങ്കിൽ ഒരു പലചരക്ക് കട, അവിടെ പോയിട്ട് നിങ്ങൾ ഒരു 250 ഗ്രാം ചായപ്പൊടി തരും എന്നൊക്കെ പറയില്ലേ. 250 ഗ്രാം ചായപ്പൊടി, അതൊക്കെ എന്താണ് ഗ്രാം എന്നതൊക്കെ എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. 250 ഗ്രാം ഫിസിക്കൽ ക്വാണ്ടിറ്റി ചെയ്ത്, ഇതാണ് ഗ്രാം. അങ്ങനെ ഒരുപാട് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ. ഇത് ഭൗതിക അളവുകൾ എന്ന് പറയുന്ന ഭാഗം, അത് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലെന്ന് പറയാം. ഓക്കെ, പിന്നെ അപ്പൊ ചോദിക്കും ഈ ഒരു അളക്കാൻ ഞാൻ പറഞ്ഞത് എന്താ, നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ടാക്കി തരംതിരിക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റും ഡെറിവേറ്റീവ് യൂണിറ്റും ഉണ്ട്. അപ്പോൾ അളക്കാൻ സാധിക്കുന്നതൊക്കെ ഞാൻ പഠിക്കാം. അപ്പൊ നിങ്ങൾ പറയും ഈ ലോകത്ത് എല്ലാം നമുക്ക് അളക്കാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിന്ന് എടുത്തൊരു വണ്ടി റോട്ടുമിൽ ഇറങ്ങി റോട്ടുമിൽ സ്പീഡ് പോയിട്ട് ഒരു ടൗണിലേക്ക് എത്തുമ്പോൾ ദൂരം കണക്കാക്കിക്കൂടെ? എത്ര കിലോമീറ്റർ ആണെന്ന് കണക്കായിക്കൂടെ? നിങ്ങൾക്ക് എത്ര പനി ഉണ്ട് എന്ന് കണക്കായിക്കൂടെ? നിങ്ങൾക്ക് എത്ര ചൂട് ഹീറ്റ് എത്ര ഉണ്ടെന്ന് കണക്കായിക്കൂടെ? നിങ്ങൾക്ക് എത്ര പ്രഷർ ഉണ്ടെന്ന് മർദ്ദം ഒക്കെ നിങ്ങൾക്ക് കണക്കാക്കാം. പക്ഷെ നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റാത്തത്, അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത് കിട്ടി നമുക്ക് കാൽക്കുലേറ്റ്. നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ, നമുക്ക് അളക്കാൻ സാധിക്കുന്നതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ വിടും. മറക്കണ്ട, അളക്കാൻ സാധിക്കുന്ന ഡെഫിനേഷൻ ഒക്കെ കണ്ടുവിടാം. എന്താണ് ഡെഫിനേഷൻ ഒക്കെ ഇഷ്ടമല്ല. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസ് കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതാണ് നമ്മൾ ഇന്ന് ഇത്രയൊക്കെ പഠിക്കൂ, അധികം പഠിക്കുന്നില്ല. അതായത് നമുക്ക് അളക്കാൻ എന്തെല്ലാം സാധിക്കോ അതെല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ വരും. എന്താണ് അളക്കാൻ എന്തെല്ലാം സാധിക്കോ അതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അളക്കാൻ കഴിയാത്തതും, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു 2 വ്യക്തിയാണ്, ഇതൊരു കപ്പിൾസ് ആണ്. ഇവര് രണ്ടാളും നല്ല പ്രണയത്തിലാണ്. വേറായിട്ട് ചിന്തിച്ചു പോകേണ്ട ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇവർ രണ്ടാളും നല്ല പ്രണയത്തിലാണ്, അതും കിട്ടി. എന്റെ ചോദ്യം, ഇവർ തമ്മിലുള്ള സ്നേഹത്തെ സെന്റിമീറ്ററിലാണോ കണക്കാക്കുക, കിലോമീറ്ററിലാണോ, ഗ്രാമിലാണോ, ഇഞ്ചിലാണോ കണക്കാക്കുക? അതൊന്ന് നമുക്ക് ഒരു ഉദാഹരണം പറയാൻ നിങ്ങളാണ് ചോദിക്കണേ. നിങ്ങൾക്കിപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒരു പക്ഷെ ഏറ്റവും ബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല ഫുഡ്, മന്തിയോ ബിരിയാണിയോ എന്ത് ഫുഡ് ആയിക്കോട്ടെ, ആ ഫുഡ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ മലന്റെ പ്രശ്നമാണ്. അതൊരു കണക്കാണോ? ഇല്ല. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കണം തമ്മിൽ 99.999%, അതൊക്കെ ഒരു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു റോങ് ആയിരിക്കും. ഒരു പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഇത്ര ഇഷ്ടമല്ലെങ്കിലും അതൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനൊക്കെ പറയുന്ന പേരാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കാതെ. നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നെ രണ്ടാക്കി തരംതിരിക്കാം. അതിൽ തന്നെ എന്താണ് നമുക്ക് രണ്ടാക്കി തരംതിരിക്കാൻ ഓൾറെഡി പറഞ്ഞു. അതിൽ നമുക്ക് അളക്കാൻ സാധിക്കുന്നത്, മെഷർ ചെയ്യാൻ സാധിക്കുന്നതും മെഷർ ചെയ്യാൻ സാധിക്കാത്തതും ഉണ്ട്. ഓക്കെ, അതൊന്നും ഓർമ്മിച്ച മെഷർ ചെയ്യാൻ സാധിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും മെഷർ ചെയ്യാൻ സാധിക്കാത്തതും ക്വാണ്ടിറ്റീസ്, അതായത് ആ ഒരു അളവുകളിൽ പെടും. അത് ഇത്ര നമ്മൾ ഓർമ്മിച്ചാൽ മതി. അത് കിട്ടി ഞാൻ കരുതാണ്. ആൻഡ് അതേപോലെ ഇതൊരു എക്സാമ്പിൾ, ഇത് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കില്ല. അടുത്തൊരു എക്സാമ്പിൾ ആണെങ്കിൽ, ഇതൊരു സ്റ്റുഡന്റ് ആണ്, ഒരു എക്സാം പേപ്പർ ഇങ്ങനെ മുമ്പിൽ ഉണ്ട് വിചാരിക്കും. ഒരു
എക്സാം എക്സാം പേപ്പർ ഉണ്ട്, അതിന്റെ മാർക്ക് കിട്ടി 100-ല് ഒരു 10 മാർക്കാന്ന് കരുതാം. അപ്പൊ ചോദിക്കട്ടെ, ഈ ഒരു കുട്ടിക്ക് ഡിപ്രഷൻ ഉണ്ടാവോ, വിഷമം ഉണ്ടാവോ ഇല്ലയോ? നല്ലോണം പഠിച്ചാണ് കുട്ടി പരീക്ഷ എഴുതിയത്. പക്ഷെ മാർക്ക് വന്നപ്പോഴോ 100-ല് 10 മാർക്ക്. ഏറ്റവും അപ്പൊ എന്തായാലും വിഷമം ഉണ്ടാവില്ല. ആ വിഷമം നിങ്ങൾക്ക് അളക്കാൻ സാധിക്കുമോ? ഇല്ല. അത് നിങ്ങൾക്ക് ആ വിഷമം, ഓന്റെ വിഷമം കൊണ്ട് മറ്റേ സെന്റിമീറ്ററിൽ അളക്കാൻ സാധിക്കുമോ? ഇല്ല. കിലോമീറ്ററിൽ അളക്കാൻ സാധിക്കുമോ? ഇഞ്ചിൽ അളക്കാൻ സാധിക്കുമോ? ഇല്ല, അളക്കാൻ സാധിക്കില്ല. നമുക്ക് അളക്കാൻ സാധിക്കാത്തതിനെ പറയുന്ന പേരാണ് എന്ത്? സോറി, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നെ രണ്ടാക്കി തരും. ഒന്ന് അളക്കാൻ സാധിക്കുന്നതും അളക്കാൻ സാധിക്കും. അതിന് ഫണ്ടമെന്റൽ എന്നും ഡിറൈവ്ഡ് എന്നൊക്കെ പറയാം. ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ എന്തെല്ലാം നമുക്ക് വൃത്തിയിൽ ഏറ്റവും ബേസ് ആയിട്ട് എന്തെല്ലാം നമുക്ക് അളക്കാൻ സാധിക്കും അതൊന്ന് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. എന്തെല്ലാം നമുക്ക് അളക്കാൻ സാധിക്കും എന്നാണ് ഞാൻ ഈ ബോർഡൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, കുറെ ക്ലാസ് ഇങ്ങനെ ഉണ്ടാകും, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, നോക്കിയോ എന്തെല്ലാം നമുക്ക് അളക്കാൻ സാധിക്കും. ഒന്നാമത് ലെങ്ത് നമുക്ക് അളക്കാൻ സാധിക്കും. ഇവിടെ ലെങ്ത് അളക്കാൻ സാധിക്കാം. റെഡിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് തയ്ക്കാൻ പോകുമ്പോൾ ലെങ്ത് എത്ര ഇല്ലേ, എന്റെ ഇഞ്ച് ഇത്രയാണ്, എന്റെ പാൻറ് ഇത്രയാണ്, എന്റെ ചെരുപ്പിൽ ഇഞ്ച് ഇത്രയാണ്, അങ്ങനെയൊക്കെ പറയല്ലേ. യെസ്, ആ ഒരു കണ്ടത്. പിന്നെ എന്ത് സാധിക്കും, നമുക്ക് റേസ് നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്തു. ടൈം, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഒരു റേസിംഗ് നടക്കാം, ഏറ്റവും മാക്സിമം കുറവ് സെക്കൻഡിനുള്ളിൽ നമുക്ക് ഈ ഒരു റേസ് ഫിനിഷ് ചെയ്ത് 100 മീറ്റർ റേസ് ആണ്. അതിൽ ഏറ്റവും മാക്സിമം ഒരു 11 to 12 അതിന്റെ ഇടയിലൊക്കെ ഫിനിഷ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചൂടെ? സാധിക്കും. പിന്നെ നിങ്ങൾ ഡോക്ടേഴ്സ്, നമ്മൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഡോക്ടേഴ്സ് ഇവിടെ വെച്ചാണോ ഒരു സ്റ്റിക്കർ പോലത്തെ എവിടെയെങ്കിലും ഇങ്ങനെ പ്രസ് ചെയ്യാനാണല്ലേ, പ്രഷർ നോക്കൂലേ? യെസ്, പ്രഷർ നോക്കാൻ സാധിക്കും. അതായത് മർദ്ദം എന്ന് പറഞ്ഞ ഭാഗം ഇവിടെ നോക്കാൻ സാധിക്കും. പ്രഷർ നോക്കാൻ സാധിക്കും. പിന്നെ കൊറോണ ടൈമിൽ ഒരു തോക്ക് ഇങ്ങനെ നെറ്റിമേൽ വെക്കണതാണല്ലോ, റീൽസിലോ യൂട്യൂബിലോ ഒക്കെ ഒരു തോക്ക് ഇങ്ങനെ നെറ്റിമേൽ വെക്കണം. യെസ്, അത് അളക്കാൻ സാധിക്കും. അതിനെ ടെമ്പറേച്ചർ എന്ന് പറയും. ടെമ്പറേച്ചർ നോക്കാന്നൊക്കെ പറയും. ടെമ്പറേച്ചർ ഒക്കെ അളക്കാൻ സാധിക്കും. പറ്റും. ഇതെല്ലാം നമുക്ക് ഇവിടെ അളക്കാനൊക്കെ സാധിക്കും. അപ്പോ ഈ ഒരു പറഞ്ഞ നമുക്ക് ഈ ലോകത്ത് അളക്കാൻ സാധിക്കുന്ന എന്തായാലും അതിനെ പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. കിട്ടിയോ? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഭൗതിക അളവുകൾ എന്നറിയപ്പെടും. ഭൗതിക അളവുകളുടെ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോ. എനിത്തിങ്, എന്ത് തന്നെ ആയിക്കോട്ടെ, എനിത്തിങ് ക്യാൻ ബി മെഷേർഡ്. അത്ര മതി. എനിത്തിങ്, ഞാൻ അധികം പഠിപ്പിക്കാം. എനിത്തിങ് ക്യാൻ ബി measured. Okay, measured. Anything can be measured are called ഭൗതിക അളവുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. കിട്ടിയോ നിങ്ങൾക്ക്? അപ്പം കിട്ടിയോ? ഇപ്പൊ ഏകദേശം 8:40 സമയം. ഒന്നുമില്ല ഇമ്പോർട്ടൻസ്. ഓക്കെ, അതായത് എനിത്തിങ് ക്യാൻ ബി മെഷേർഡ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. കിട്ടിയെന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ ലോകത്ത് നമുക്ക് അളക്കാൻ സാധിക്കുന്നത് എന്തോ അതിനൊക്കെ പറയും ഫിസിക്കൽ ക്വാണ്ടിറ്റി. അളക്കാൻ സാധിക്കാത്തതും അത് പറയും. അത് നിങ്ങൾക്ക് കിട്ടി എന്ന് കരുതുന്നു. സോ നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ അത്രയും നമ്മൾ ചെയ്യുന്നു. നമുക്ക് ടൈം ഈസ് വെരി, നമ്മൾ ഓരോ പാർട്ട് ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാം ഒറ്റക്കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെങ്ത് ഒരുപാടാവും, ആൾക്കാർക്ക് കാണാൻ താല്പര്യം കുറയും. എന്തുവാകട്ടെ, ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഫിസിക്സിലെ 8ാം ക്ലാസ്സിലെ ഫിസിക്സ് 2025-26 ചെറിയൊരു പാർട്ടാണിത്. നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് നമ്മൾ കയറി കുറിച്ച് ഇഷ്ടമായിട്ട്, പക്ഷെ നമ്മൾ കയറി കുറിച്ച് മാക്സിമം ഷോർട്ടാക്കി നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾ നാളെയോ അല്ലെങ്കിൽ ഒരു സമയം ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ 2 ഹവേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് പാർട്ടൊക്കെ വരുമ്പോൾ എല്ലാം കാണാം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം ചെയ്യാനുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്നതിൽ മാക്സിമം ക്ലാസ്സസ് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ലേ? ആ ക്ലാസ്സസിന് വേണ്ടി നിങ്ങൾ ഒരൊറ്റ ഹെൽപ്പ് മാത്രം ചെയ്താൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. അതേ എനിക്ക് പറയാനുള്ളത്. അതേപോലെ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റ്സും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇന്നത്തെ ക്ലാസ്സിന്റെ അഭിപ്രായം നിങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യാം. സോ നമ്മുടെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രീമിയർ ലൈവ് ആണ്. നമ്മുടെ വീഡിയോ സെക്ഷനിലെ പ്രീമിയർ ലൈവ് ആണ്, സാധാ ലൈവ് അല്ല, പ്രീ ലൈവ് എന്നാണ് പറയുന്നത്. ആ ഒരു പ്രീമിയർ ലൈവ് ആണ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ വീഡിയോ എൻഡ് ചെയ്തതിനു ശേഷം കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കുക. അതേപോലെ നമ്മുടെ ക്ലാസ് നോട്ട്സ്, അതേപോലെ നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. അതേപോലെ നമ്മുടെ ഷെയർ വിത്ത് യുവർ നോട്ട്സ് എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പൊക്കെ ജോയിൻ ചെയ്യാം. ഒക്കെ ഫ്രീ ആണ്. ഒന്നുകൂടി ഒരൊറ്റ ക്യാഷിനാണ് നിങ്ങൾക്ക് യൂട്യൂബ് ത്രൂ ഞാൻ വാങ്ങില്ല.
രണ്ട് ഭാഗമില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അഭിപ്രായം കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ബൈ. അടുത്ത പാർട്ടിൽ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് നമുക്ക് അടുത്തൊരു പാർട്ടിൽ നമുക്ക് വീണ്ടും പഠിക്കാം. സോ ഓക്കെ, ബൈ, താങ്ക് യു.